Hi everyone, this is Yabin Say from Evika. നമ്മുടെ ഐഫോണിൽ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്ലിക്കേഷൻസും ലൊക്കേഷൻ ബേസ്ഡ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, അതുപോലെ ഗെയിമുകളായിക്കോട്ടെ, ഡേറ്റിംഗ് ആപ്പുകളായിക്കോട്ടെ, എല്ലാം വർക്ക് ചെയ്യുന്നതും ലൊക്കേഷൻ ബേസ്ഡ് ആണ്. സോഷ്യൽ മീഡിയ എടുക്കാം, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഈ പറഞ്ഞ എല്ലാ ആപ്ലിക്കേഷൻസും നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചാണ് ന്യൂസുകളും ഫീഡുകളും റീഡുകളും എല്ലാ പോസ്റ്റുകളും അല്ലെങ്കിൽ എല്ലാ അപ്ഡേറ്റ് കാര്യങ്ങളും നമുക്ക് ഷെയർ ചെയ്യുന്നത്. അതേപോലെ ഇപ്പോൾ ഗെയിംസുകളായിക്കോട്ടെ, പല സെർവേഴ്സും നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാൻ അത്രയും ഈസി ആയുള്ള കാര്യമല്ല. ഐഫോണിൽ സെറ്റിങ്സിൽ പോയി ജനറൽ ഈ പറഞ്ഞ ലൊക്കേഷൻ ചേഞ്ച് ചെയ്യുന്ന അത്ര എളുപ്പമല്ല ലൈവ് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനാണ്. കാരണം ലൈവ് ലൊക്കേഷൻ നമ്മുടെ ഗൂഗിൾ മാപ്പിലും ആപ്പിൾ മാപ്പിലും GPS ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നത്. ഈ ഒരു കാര്യം നമുക്ക് സിമ്പിളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന് കിട്ടിയ ആപ്ലിക്കേഷൻ യൂസ് ചെയ്താൽ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് തൊട്ട് മുമ്പ് ഈ പറഞ്ഞ ലൊക്കേഷൻ ചേഞ്ചിങ്ങും സ്പൂഫിങ് എല്ലാം നിങ്ങളുടെ നാട്ടിൽ വലിയ പ്രശ്നമില്ലാന്ന് ഉറപ്പുവരുത്തുക. ആൻഡ് ഈ ഒരു വീഡിയോ നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് iTual Labs എന്ന ഒരു കമ്പനിയാണ്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് ദിസ് വീഡിയോ. അതോടൊപ്പം ഇതേപോലെ അടിപൊളിയായ കാര്യങ്ങളും ബാക്കി എല്ലാ ഡീറ്റെയിൽസും ആപ്പിളിൽ അറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സോ ദിസ് ഇസ് ജെബിൻ സേവിയർ വൺസ് അഗെയിൻ, വെൽക്കം ബാക്ക് ടു എവിക്ക. തുടർന്ന് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റിലേക്ക് പോവാം. iTualLab.com എന്ന് പറഞ്ഞ ഈ ഒരു വെബ്സൈറ്റാണ് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ചധികം പുതിയ പുതിയ ആപ്ലിക്കേഷൻസും അവരുടെ വെബ്സൈറ്റിലും കാണാൻ പറ്റും. വാട്സപ്പ് ഗോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ഇവിടെ എനിഗോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. താഴത്തേക്ക് പോവാം, ചേഞ്ച് GPS ലൊക്കേഷൻ എന്ന് കാണാം. ഇത് എനിവേയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ആപ്ലിക്കേഷൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കിട്ടും. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, സ്പൂഫ് ലൊക്കേഷൻ ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് എനിവെയർ അസ് യു വാണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഐപാഡും ഐഫോണും യൂസ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് പല ഗെയിമുകൾ, ഇപ്പോൾ പോക്കിമോൺ ഗോ അങ്ങനത്തെ കുറേയധികം ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഗെയിമുകളെല്ലാം ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് GPX റൗട്ട് നിങ്ങളുടെ ഡിവൈസിൽ, അതായത് ജോഗ്രഫിക്കൽ റൗട്ട്സിൻ്റെ ഒരു ലൊക്കേഷൻ ബാക്കി ഫയൽസുകൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫയൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനും ഈ ഒരു ആപ്ലിക്കേഷനിൽ പറ്റുന്നുണ്ട്. ആൻഡ് ഏറ്റവും വലുത് iOS 8-നും Android 15-നും ഇതിൽ കോമ്പാക്റ്റബിൾ ആണ്. ബാക്കി എല്ലാ പുതിയ അപ്ഡേഷൻസും നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. താഴത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ പ്രൈസിങ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ വ്യൂവേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ കുറച്ചധികം കൂടുതൽ ഓഫർ വേണമെങ്കിൽ നമ്മുടെ ഒരു പ്രൊമോ കോഡ് താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അത് കോപ്പി പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന കുറച്ചുകൂടി കൂടുതൽ കുറവിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ വാങ്ങിക്കാവുന്നതാണ്. താഴത്തേക്ക് പോകുമ്പോൾ ഫേക്ക് GPS ലൊക്കേഷൻ ഓൺ iOS ആൻഡ്രോയിഡ് ഈസിലി വിത്തൗട്ട് ജെയിൽ ബ്രേക്കിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. ജെയിൽ ബ്രേക്ക് ചെയ്യുക നിങ്ങളുടെ ഐഫോൺ കംപ്ലീറ്റ് ആയിട്ട് പോകും. അതൊന്നും ചെയ്യാതെ തന്നെ സിമ്പിളായിട്ട് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. താഴത്തേക്ക് പോകുന്നേരം കൂടുതൽ ആപ്ലിക്കേഷൻസും ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസ് നമുക്കുണ്ട്. ഇവിടെ ഗെയിമുകളുടെ സെഷൻസ് കൊടുത്തിട്ടുണ്ട്, സോഷ്യൽ മീഡിയ കൊടുത്തിട്ടുണ്ട്, ഡേറ്റിംഗ് ആപ്സ് കൊടുത്തിട്ടുണ്ട്, റിയൽ ടൈം ട്രാക്കിംഗ് നമുക്ക് ഫൈൻഡ് മൈലും ബാക്കി അതിൽ ലഭിക്കും. അതുപോലെ നാവിഗേഷൻ നോക്കുമ്പോഴും ഗൂഗിൾ മാപ്പും ആപ്പിൾ മാപ്പും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. ആൻഡ് താഴത്തേക്ക് നിങ്ങൾ പോകും തോറും നിങ്ങൾക്ക് കുറേയധികം ഓപ്ഷൻസ് മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ടെക് സ്പെക്ക് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യേണ്ടതാണ്. ഇവിടെ ഏറ്റവും ഇതായിട്ട് നോക്കേണ്ടത് ഡിവൈസിൽ iOS 7 മുതൽ iOS 18 വരെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ വരെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ഇത് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വിൻഡോസിൽ അവൈലബിൾ ആണ്, മാക്കിൽ അവൈലബിൾ ആണ്, അതുപോലെ ആൻഡ്രോയിഡിലും ഐഫോണിലും ഇത് അവൈലബിൾ ആണ്. നമുക്ക് മാക്കിൻ്റെ ആ ഒരു വെർഷൻ എടുക്കാം. ഇവിടെ ട്രൈ ഇറ്റ് നൗ എന്നുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. നമുക്ക് നേരെ ഇപ്പം ഡൗൺലോഡിങ് ഓപ്ഷൻ പോയിട്ടുണ്ട്. നമ്മുടെ ഡൗൺലോഡിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ ഐഫോൺ എന്തായാലും ഈ ഒരു ഡിവൈസായിട്ട് കണക്ട് ചെയ്യുന്ന ഉറപ്പ് കൊടുത്തുക. ഞാൻ എൻ്റെ ഡിവൈസ് ഇവിടെ എൻ്റെ എല്ലാം മാക്കായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഡിവൈസ് ഇപ്പോൾ കണക്റ്റഡ് ആണ്. ജസ്റ്റ് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യാം. എനിഗോ എന്ന ആപ്ലിക്കേഷൻ ഓൺ ചെയ്തിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുമ്പോഴുള്ള ഫസ്റ്റ് വരുന്ന ഇൻ്റർഫേസ് ഈ ഒരു രീതിയിലാണ്. ജസ്റ്റ് സ്റ്റാർട്ട് കൊടുക്കാം. ഇവിടെ iOS-നും ആൻഡ്രോയിഡിനും നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. iOS-ൽ നിങ്ങൾക്ക് iOS 18 സപ്പോർട്ട് എന്നുള്ള ഓപ്ഷനും കൊടുക്കുന്നുണ്ട്. മേക്ക് ഷുവർ നിങ്ങളുടെ ഡിവൈസിൽ ഈ പറഞ്ഞ ഡെവലപ്പർ മോഡ് ഓൺ ആണെന്ന് വരുത്തുക. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഈ പറഞ്ഞ ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു പ്രോംപ്റ്റ് കാണിക്കും ഡെവലപ്പർ ആയിട്ട് ഓൺ ചെയ്യാനായിട്ട്. സെറ്റിങ്സിലേക്ക് പോകാം.
അവിടെ സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോയി കണ്ടിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണുന്ന പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നേരെ താഴത്തേക്ക് പോകുമ്പോൾ ഡെവലപ്പർ മോഡ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ഓഫ് ആയിരിക്കും. അത് ഓൺ ചെയ്തിട്ട് ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്യുക. ഡെവലപ്പർ മോഡ് ഓൺ ആയി. അതിനുശേഷമാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ചെയ്യാനുള്ളത്. നമ്മുടെ iOS എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഐഫോൺ എന്ന ഓപ്ഷൻ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കൊടുക്കാം. ആ ഒരു 2 ഡിവൈസും അതായത് ഫോണും ഈ പറയുന്ന മാക്ബുക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കറണ്ട് ലൊക്കേഷൻ വന്നിട്ടുണ്ട്. ഞാനിവിടെ ന്യൂയോർക്ക് എന്ന് സെർച്ച് ചെയ്യാണ്. ന്യൂയോർക്ക് എന്ന് സെർച്ച് ചെയ്തു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഗോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഫോണിലും ലൊക്കേഷൻ ചേഞ്ച് ഉണ്ടാവും. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ആപ്പിൾ മാപ്സ് എടുക്കാം. ആപ്പിൾ മാപ്പ് എടുത്തിട്ട് ലൊക്കേഷൻ ജസ്റ്റ് ഇവിടെ ഈ പറഞ്ഞ ലൊക്കേഷൻ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഞാനിപ്പോൾ ഉള്ളത് ന്യൂയോർക്കിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ന്യൂയോർക്കിലാണ്. ഇനി എനിക്ക് വേറെ ഏതെങ്കിലും സ്ഥലം പോകണം. ഇപ്പം ഞാൻ ടൊറൻറ്റോ എന്ന് പറഞ്ഞ സിറ്റി നോക്കാം. ടൊറൻറ്റോ എന്ന് പറഞ്ഞ സിറ്റി നോക്കി. ആ സിറ്റി നോക്കി കഴിഞ്ഞിട്ട് ഞാനിവിടെ കാനഡ കൊടുത്തു. ഗോ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഫോണിൽ ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം ഇവിടെ ഞാൻ കൊടുക്കാൻ പോണ് ഗോ കൊടുത്തു. ലൊക്കേഷൻ ഇപ്പം അങ്ങോട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് മാറ്റുമ്പോൾ എൻ്റെ ലൊക്കേഷൻ നോക്ക്, എൻ്റെ ലൊക്കേഷൻ നേരെ ടൊറൻറ്റോയിലേക്ക് മാറുന്നുണ്ട്. ഇത്രയും സീംലെസ് ആയിട്ട് വിത്തൗട്ട് ജെയിൽ ബ്രേക്കിംഗ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ലൊക്കേഷൻ മാറ്റാൻ പറ്റും. അതുകൂടാതെ തന്നെ റിയൽ ടൈമിലുള്ള ചേഞ്ചുകളും അതേപോലെ നിങ്ങൾക്ക് മൂവ്മെൻറ്റും ഈ ഒരു ആപ്ലിക്കേഷനിൽ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ ഇൻ്റർഫേസിൽ ഇവിടെ കുറച്ചധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു GPS ലൊക്കേഷൻ ഉണ്ട്. സെക്കൻഡ് ഓപ്ഷനാണ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ സ്പോട്ട്സ് അല്ലെങ്കിൽ 2 സ്പോട്ടുകൾ കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്പോട്ടിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് അവന്യൂ സെലക്ട് ചെയ്തു. ഗോ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ABA എന്ന് കൊടുത്തിട്ടുണ്ട്, AB എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ലൂപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ റിയലിസ്റ്റിക് മോഡ് എന്ന ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ദ സ്പീഡ് വിൽ ബി വേരിയൻറ്റ്, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന താഴത്ത് വിടുന്ന വാക്കിംഗ് സ്പീഡ്, അതേപോലെ ഒരു സൈക്കിൾ സ്പീഡ്, ഒരു ബൈക്ക് സ്പീഡ്, അതോടൊപ്പം ഒരു കാർ സ്പീഡ് അപ് ടു 100 കിലോമീറ്റർ സ്പീഡ് വരെ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. സോ ഈ ഒരു റിയലിസ്റ്റിക് മോഡ് ഇടുകയാണെങ്കിൽ ഈ പറഞ്ഞ ട്രാഫിക് വരുമ്പോൾ സ്പീഡ് കൂടും കുറയും ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഞാനിവിടെ ജസ്റ്റ് ഈ പറഞ്ഞ വാക്കിംഗ് സ്പീഡ് അല്ലെങ്കിൽ ബൈക്കിൻ്റെ സ്പീഡ് എടുത്തു. ABA എന്നുള്ള ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്തു. ലൊക്കേഷൻസ് ജസ്റ്റ് അതനുസരിച്ച് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ആ ഒരു ബൈക്ക് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. റൂട്ട് മാപ്പും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. എങ്ങനെയാണ് ഞാൻ ചേഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ വാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ വണ്ടി ഓടിച്ച് പോകുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു സ്പീഡും ഇവിടെ കാണാൻ പറ്റും. 84 കിലോമീറ്റർ സ്പീഡിലാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ 37 കിലോമീറ്ററായി, 31 കിലോമീറ്ററായി. അങ്ങനെ ഓരോ വണ്ടിയുടെയും ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സ്പീഡും ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഈ ഒരു ക്ലോസ് ബട്ടൺ ഞെക്കി ക്യൂട്ട് ചെയ്യുക, കഴിഞ്ഞു. ഇത് മൾട്ടിപ്പിൾ സ്പോട്ടിൻ്റെ മൂന്നാമത്തെ ഓപ്ഷനാണ്. മൾട്ടിപ്പിൾ സ്പോട്ട് ഇപ്പം നിങ്ങൾക്ക് 1 2 2 3 അതായത് ABCD എന്നുള്ള ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാം. ഞാൻ ഇവിടെ കൊടുത്തു. അതിനുശേഷം ഈ ഒരു സ്ട്രീറ്റ് ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാൻ ഈ ഒരു ബേ സ്ട്രീറ്റ് ക്ലിക്ക് ചെയ്തു. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 ലൊക്കേഷൻ കൊടുത്തു. ഗോ കൊടുക്കുകയാണെങ്കിൽ ആ റിയലിസ്റ്റിക് സ്പീഡായിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു വാക്കിംഗ് സ്പീഡല്ല, ഒരു വണ്ടി ഓടിക്കുന്ന സ്പീഡിൽ തന്നെ ഈ പറഞ്ഞ 3 ലൊക്കേഷനിലേക്കും ഡയറക്റ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റും. ഞാനിവിടെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു, ഓഫ് ആയിട്ടുണ്ട്. അടുത്തതാണ് നമുക്ക് ഈ പറയുന്ന 4ാമത്തെ ഓപ്ഷൻ ജോയ്സ്റ്റിക് മോഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഈ പറഞ്ഞ ജോയ്സ്റ്റിക് മോഡ് കണ്ടോ, എൻ്റെ ആ ഒരു ക്ലിക്ക് അനുസരിച്ച് നമ്മൾ കൺട്രോൾ ചെയ്യുന്ന പോലെ ജോയ്സ്റ്റിക് മോഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലെ എൻ്റെ ഇഷ്ടമനുസരിച്ച് എനിക്ക് ഈ പറഞ്ഞ ഓപ്ഷൻ യൂസ്ഫുൾ ആണെന്ന് വെച്ചാൽ പോക്കിമോൺ ഗോ എന്ന് പറഞ്ഞ ഗെയിമുകളൊക്കെ നമ്മുടെ വീട്ടിലിരുന്നുണ്ട് ലൊക്കേഷൻ മാറാതെ നമുക്ക് കളിക്കാൻ പറ്റും. അടുത്തതാണ് ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്നത്. ഓരോ കൺട്രി ടു കൺട്രി എനിക്ക് ചേഞ്ച് ചെയ്യണമെങ്കിലും ഇതേപോലെ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യണം. ഞാനിപ്പോൾ സൂം ഔട്ട് ചെയ്ത് ടൊറൻറ്റോ എന്ന ഓപ്ഷൻ ഞാനിപ്പോൾ കണ്ടു. അതിനുശേഷം എനിക്കിപ്പോൾ വാൻകൂവർ പോകണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, നേരെ ഈ പറയുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ മിനിസോട്ട ക്ലിക്ക് ചെയ്തു, മിനിസോട്ട എടുത്തു. ജസ്റ്റ് അതുകൊണ്ട് 2ാമത്തെ ഒരു സ്ഥലം ഞാനിപ്പോൾ നമുക്ക് വേറെ ഇപ്പോൾ സ്ഥലത്തേക്ക് പോകാം, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ ആൽബർട്ടേറിയ കാനഡ നമുക്ക് ചൂസ് ചെയ്യാം. അവിടെയും ഗോ അടിച്ചപ്പോൾ 2 കാര്യങ്ങൾ, 2 ജംപ് പോയിന്റ്സ് നമുക്ക് കാണാം. ഇവിടെ ഓട്ടോ ജംപ് ആഫ്റ്റർ കൂൾ ഡൗൺ എന്നുണ്ട്. ഓരോ പോയിന്റിന് ശേഷം ഒന്ന് കൂൾ ഡൗൺ ആയി സെറ്റിലായി കഴിഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകും. സോ അത്രയും റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ജസ്റ്റ് ഗോ കൊടുത്തു.
അടുത്തൊരു ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്തു. അതുകൊണ്ട് ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തു, ഞാൻ ഈ പറഞ്ഞ കറണ്ട് പോയിന്റ് രണ്ടാമത്തേലേക്ക് ജമ്പ് ചെയ്തു. ഇതേപോലെ എനിക്ക് ടെലിപ്പോർട്ടേഷൻ ചെയ്യാനുള്ള ഓപ്ഷനും ഈ ഒരു ആപ്ലിക്കേഷനിൽ എനിക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ മേ ബി എൻ്റെ സെക്കൻഡ് സ്പോട്ടിലേക്കോ തേർഡ് സ്പോട്ടിലേക്കോ ആയിരിക്കും ഞാൻ പോയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് സൂം ഔട്ട് ചെയ്യാം. സൂം ഔട്ട് ചെയ്യുമ്പോൾ ഞാൻ മിനസോട്ട എന്ന് പറയുന്ന ആ ഒരു ലൊക്കേഷനാണ് വന്നിരിക്കുന്നത്. ആ ലൊക്കേഷൻ തന്നെ എൻ്റെ ഈ പറഞ്ഞ ഐഫോണിലും ചേഞ്ച് ആയിട്ടുണ്ട്. ജസ്റ്റ് എൻ്റെ ലൊക്കേഷൻ നോക്കുമ്പോൾ ഞാൻ വന്നിരിക്കുന്നതും ഈ പറഞ്ഞ മിനസോട്ട എന്ന് പറഞ്ഞ സെയിം സ്ഥലത്ത് തന്നെയാണ്. നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും സെയിം സ്ഥലത്ത് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഇതേപോലെ നിങ്ങൾക്ക് ഐഫോണിന് ഈ പറഞ്ഞ ലൊക്കേഷൻ റിയൽ ടൈം ആയിട്ട് ജസ്റ്റ് ക്ലിക്കുകൾ തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവിടെ GPX, ഞാൻ നേരത്തെ പറഞ്ഞ ആ GPX ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഹിസ്റ്ററി നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എവിടേക്കാണ് നിങ്ങൾ നേരത്തെ ട്രാൻസ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ലൊക്കേഷൻ എവിടെയൊക്കെ ചേഞ്ച് ചെയ്തെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവും. മേക്ക് ഷുവർ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ നാട്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ കുഴപ്പമില്ല എന്ന് ചെക്ക് ചെയ്യുക. അടുത്തൊരു കാര്യമാണ്, ഈ പറഞ്ഞ ലൊക്കേഷൻ എല്ലാം ചേഞ്ച് ചെയ്തു, അതിനുശേഷം നിങ്ങളുടെ നേറ്റീവ് പ്ലേസിലേക്ക് തന്നെ തിരിച്ചു വരുന്നെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് ഒന്ന് ക്വിറ്റ് ചെയ്യുക, ലീവ് ചെയ്യുക. അത് കണ്ടിട്ട് ഒന്നുകൂടെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ നേറ്റീവ് പ്ലേസിലേക്ക് തന്നെ ആയിരിക്കും തിരിച്ചു വരാൻ പോകുന്നത്. ഞാൻ ഐഫോൺ എടുത്തു, നെക്സ്റ്റ് കൊടുത്തു, ജസ്റ്റ് കണക്ട് ചെയ്യാണ്. ആ ഒരു കാര്യം കാണിക്കുമ്പോൾ എൻ്റെ ആ ഒരു നേറ്റീവ് പ്ലേസിലേക്ക് തന്നെ ഡിവൈസ് ട്രാൻസ്ഫർ ചെയ്യും. സോ അതിനെല്ലാ കാര്യങ്ങളും, എൻ്റെ വർക്കുകളും കാര്യങ്ങളെല്ലാം ചെയ്ത് എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആപ്ലിക്കേഷൻസും ബാക്കി എല്ലാ യൂസേജും കഴിഞ്ഞിട്ട് എൻ്റെ ഫോൺ പഴയ ആ ലൊക്കേഷനിലേക്ക് തന്നെ തിരിച്ചു വരണമെങ്കിൽ ഇതേപോലെ ആപ്ലിക്കേഷൻ ഒന്ന് ക്ലോസ് ചെയ്യുക, റീസ്റ്റാർട്ട് ചെയ്യുക. ഇത്രയും എളുപ്പത്തിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യാനും അതനുസരിച്ച് മാറ്റാനുള്ള വർക്കുകളും ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ലൊക്കേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യണം എന്ന് മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ iTool ലാബ് എന്ന സൈറ്റിൽ പോയി ഈ ഒരു എനിഗോ എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മാത്രം മതി, സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എൻ്റെ യൂസേഴ്സിന് ഒരു പ്രത്യേക ഡിസ്കൗണ്ട് കിട്ടാനുള്ള പ്രൊമോ കോഡും ഞാൻ താഴത്ത് കൊടുത്തേക്കാം. ഇതേപോലുള്ള അടിപൊളി കാര്യങ്ങൾ അറിയാനും മനസ്സിലാക്കാനും നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Evin Xavier signing from Evika.